നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഓഫീസിൽ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. ഒരു കാര്യം ചെയ്യ്, ഒരു അരമണിക്കൂർ നോക്ക്. കണ്ടില്ലെങ്കിൽ എന്നെ വിളിച്ചു പറയണം. മാതിരി മോളെ, മോളെ ഈ വീട്ടിൽ ഒരിടത്തും ഇല്ല മോളെ. ഈശ്വര, ചേച്ചി ഇത് അമ്മ ഇത് എവിടെ പോയി കാണും? എനിക്ക് പേടിയാവുന്നു ചേച്ചി. ഒന്ന് വിളിച്ചു നോക്കാന്ന് വിചാരിച്ച അമ്മയാണെങ്കിൽ ഫോണും എടുത്തിട്ടില്ല. ഞാനേ ഒന്നുകൂടെ നോക്കട്ടെ. മാതിരി മോളെ, മാതിരി മോളെ, മോളെ, മാതിരി മോളെ, മാതിരി മോളെ, മോളെ. എന്താ? മുറിന്ന് കിട്ടിയതാ. ഈ വീട്ടിലെ എല്ലാവരും അറിയുന്നതിന് അർജുനും പൂജയും പിന്നെ നിങ്ങളെല്ലാവരും ചേർന്ന് ഉപദേശിച്ചിട്ടും എന്റെ മനസ്സ് മാറുന്നില്ല. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന പദ്ധതി എന്റെ മോൾക്ക് ദോഷമായിട്ടേ വരൂ. നിങ്ങളിൽ നിന്ന് ഒരു സഹായം കിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ ഈ വീട് വിട്ടു പോവുകയാണ്. ചേച്ചി, കണ്ണു തുറക്ക് മോളെ, മോളെ, മാതിരി മോളെ, മോളെ. മോളെ, മോളെ, മോളെ എഴുന്നേക്ക്, എഴുന്നേറ്റേ. വാ മോളെ, മോളെ, വാ, വാ ഇങ്ങോട്ട് പതുക്കെ. വാ, എഴുന്നേറ്റ്, വാ, ഇവിടെ ഇരിക്കാം. ചേച്ചി, എനിക്ക് അമ്മയെ കാണണം, അമ്മയെ കാണണം ചേച്ചി. മോളെ ഒന്നുമില്ല, പേടിക്കാതെ ധൈര്യമായിട്ടിരിക്കേ. ഞാനേ അർജുൻ മോനെ വിളിച്ചു പറയാം. അല്ലെങ്കിൽ വേണ്ട, അഖിൽ മോനെ വിളിക്കാം. അർജുൻ മോനെ വിളിച്ചാല് മോൻ കരുതും രാവിലെ അമ്മയോട് ദേഷ്യപ്പെട്ട് പറഞ്ഞതുകൊണ്ടായിരിക്കും അമ്മ പോയതെന്ന്. ഞാൻ അഖിൽ മോനെ വിളിക്കാം. അമ്മയെ കാണണം ചേച്ചി. മോളെ സമാധാനായിട്ടിരിക്കും, ഇപ്പൊ വിളിക്കാം, അറിയാതെ.
മോളെ ചേച്ചി മോളെ ഒട്ടും ടെൻഷൻ വേണ്ടെന്ന് അഖിൽമോൻ പറഞ്ഞു. ആരെ അറിയിക്കണ്ടെന്നും പറഞ്ഞു. 1 മണിക്കൂറിനുള്ളിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചറിഞ്ഞിട്ട് അഖിൽമോൻ ഇങ്ങോട്ട് വരുമെന്ന്. കരയാതെ മോള് വിഷമിക്കണ്ട കേട്ടോ. ശോ. ഇതാര്? അമ്മയോ? എന്തോന്ന് അമ്മയോ? ഞാൻ നിന്റെ അമ്മയല്ല, അമ്മായിയമ്മയാ. ഓ, അങ്ങനെ ഒരു ഗതികേട് എനിക്ക് വന്നുപോയി. അല്ല, അമ്മ ഇതെന്തൊക്കെ പറയുന്നേ? ഞാൻ പറഞ്ഞതേ മലയാളം. എന്താ കേട്ടിട്ട് മനസ്സിലായില്ലേ? അല്ല, എന്താ അമ്മ ഇങ്ങനൊക്കെ പറയുന്നേ? ഞാൻ പിന്നെ എങ്ങനെ പറയണം? നീ എഴുതിത്താ, ഞാൻ അതുപോലെ അങ്ങ് പറയാ. അമ്മേ, അമ്മ വാ. അരുണിമേ, അരുണിമേ. അരുണിമ, നിനക്ക് അവളുടെ പേര് വിളിക്കാനുള്ള യോഗ്യതയുണ്ടോ? അവളെ മാലാഖയാ, മാലാഖ. അയ്യോ, നിന്നെ പോലൊരു ചെകുത്താന്റെ കൈ വന്ന് പെട്ടുപോയി. ഇനിയിപ്പോ അത് തിരുത്താനും പറ്റത്തില്ല. അമ്മേ, അമ്മ എന്തൊക്കെയോ പറയുന്നു, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നെ ആക്ഷേപിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. എന്താ അമ്മേ? നിന്നെ ആക്ഷേപിക്കല്ല, അടിക്കുക വേണ്ടത്. അമ്മേ, എന്താ ഇത്? അമ്മ വാ പറയട്ടെ. ഇരിക്കമ്മേ. ഞാൻ പറയേണ്ടത് നേരത്തെ പറയാത്തോണ്ടാ ഇപ്പൊ ഈ കാട്ടിക്കൂട്ടുന്നൊക്കെ. അമ്മേ, ഞാൻ അമ്മയെന്ന് വിളിച്ച് ബഹുമാനിക്കുന്ന ആളാ അമ്മ. ആ ബഹുമാനം നഷ്ടപ്പെടുത്തരുത്. ബഹുമാനം നഷ്ടപ്പെടുത്തരുതെന്നോ? എനിക്ക് നിന്നോടുള്ള ബഹുമാനമൊക്കെ എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. നീ എന്നെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ അതേ മര്യാദയിൽ ഞാനും നിന്നെ മോനെന്നേ വിളിച്ചിട്ടുള്ളൂ. എന്നിട്ടിപ്പോ എന്ത് സംഭവിച്ചെന്ന് അമ്മ പറയുന്നേ? നന്ദേട്ടാ, ഞാൻ പറയാം. അത് അഞ്ജനയുടെ കാര്യത്തില് അമ്മയ്ക്ക് നല്ല പേടിയുണ്ട്. അമ്മ ഒരിക്കലും അംഗീകരിക്കില്ല. ഓ, അമ്മ പറഞ്ഞിട്ടാണല്ലോ നീ ഇപ്പൊ ഈ വിഷയം എന്നോട് സംസാരിക്കുന്നത്. എനിക്ക് അന്നേ തോന്നി ആരോ കാര്യമായിട്ട് വിഷം കുത്തിവെച്ചിട്ടുണ്ടോ. എന്തോന്ന് വിഷം കുത്തിവെച്ചെന്നോ? ഓ, ഞാൻ എന്റെ മോളെ രക്ഷിക്കാൻ വേണ്ടി വിഷം കുത്തിവെക്കുക അല്ലേ? നോക്ക്, ഒരു വിഷത്തിൽ നിന്ന് ഇവളെ രക്ഷിക്കാൻ വേണ്ടിയാ ഞാൻ നോക്കുന്നത്. അരുണിമേ, ക്ഷമയ്ക്ക് ഒരു പരിധി ഉണ്ടെന്ന് അമ്മയോട് പറഞ്ഞു കൊടുക്കണം. അരുണിമേ, വൃത്തികേടുകൾക്ക് ഒരു പരിധി ഉണ്ടെന്ന് നീ ഇവനോട് പറഞ്ഞു കൊടുക്ക്. അമ്മേ, അമ്മ ഒന്ന് നിർത്ത്. നന്ദേട്ടാ, ഞാൻ പറയട്ടെ. അമ്മേ, അഞ്ജനയുടെ കാര്യം ഞാനും നന്ദേട്ടനും തമ്മിൽ സംസാരിച്ചതാ. എന്തോന്ന്? നന്ദേട്ടന് കാര്യം മനസ്സിലായി. അമ്മ, ഞാൻ പറയാം. ഞാൻ പറഞ്ഞു തീരുന്നത് വരെ ദയവായിട്ടൊന്ന് ക്ഷമിച്ച് കേൾക്കണം. ആ, പറ. അമ്മേ, നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ അറിയാമല്ലോ. കമ്മീഷണർ കാര്യമാണോ പറയാൻ വരുന്നത്? അതിനെക്കുറിച്ചൊരു പ്രസംഗം ഞാൻ കേട്ടു, അർജുൻ നടത്തിയ പ്രസംഗം. ഓ, സിനിമയിലായിരുന്നെങ്കിൽ നല്ല കയ്യടി കിട്ടിയനി. പക്ഷേ എനിക്ക് എന്റെ മോളെക്കാളും വലുതല്ല ഒന്നും. ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ചോളാം ഇവളെ ഇനിയും കണ്ണീര് കുടിപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല.